രണ്ട് ടീമിന്റെ ബാറ്റിങ്ങിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇന്ത്യയുടെ ബാറ്റിംഗ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. രോഹിത് ശർമ്മ റൺ അടിച്ചു, വിരാട് കോഹ്ലി റൺ അടിച്ചു, ശുഭ്മാൻ ഗിൽ റൺ അടിച്ചു, ഹർദിക് പാണ്ഡ്യ റൺ അടിച്ചു. എല്ലാ കളിയിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശ്രേയസ് അയ്യർ റൺ അടിച്ചു. KL രാഹുൽ അത്ര ഫോമിലല്ലെങ്കിലും ഒന്ന് രണ്ട് ചെറിയ ഇന്നിങ്സ് KL രാഹുലും കളിച്ചു. അതുപോലെ തന്നെ അക്സർ പട്ടേലും നന്നായിട്ട് ഈ ടൂർണമെന്റ് തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം പേസേഴ്സിനെയും സ്പിന്നേഴ്സിനെയും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും മാച്ച് വിന്നേഴ്സ് ആണ്. ഓൺ എ ഗിവൺ ഡേ ഒരു മാച്ച് വിൻ ചെയ്യാൻ ഇതിലേതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകത. എല്ലാവരും മാച്ച് വിന്നേഴ്സ് ആണ്, ഈവൻ അക്സർ പട്ടേൽ, KL രാഹുൽ സഹിതം. ഇനി ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ബാറ്റിംഗ് ലൈനപ്പാണ് ഓസ്ട്രേലിയയുടെ. ട്രാവിസ് ഹെഡ്, സ്റ്റീവ് സ്മിത്ത്, ലബുഷെയ്ൻ, അതുപോലെ തന്നെ മാക്സ്വെൽ, ഇത്രയും പേരല്ലാതുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം താരതമ്യേന പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ പിന്നിലാണ്. പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ പക്ഷേ അവർ അത്ര മോശമല്ല. ഇപ്പോൾ ജോഷ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അന്ന് ചേസ് ചെയ്ത് 350 അടിച്ച് ജയിച്ചത് ജോഷ് ഇംഗ്ലീഷിന്റെ ബലത്തിലാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ സീരീസിലും ജോഷ് ഇംഗ്ലീഷ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഒറ്റയ്ക്ക് അടിച്ച് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഹെഡിന്റെ കാര്യം പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാൻസിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മാക്സ്വെൽ, അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്ത്, ഇങ്ങനെ ജോഷ് ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ചില ഗിവൺ ഡേ അവർക്ക് ഒരു മാച്ച് അടിച്ച് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരുണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വീക്കായിട്ട് തന്നെയാണ് ബാറ്റിംഗ് തോന്നുന്നത്. സോ ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഉണ്ട് ഓസ്ട്രേലിയക്ക് മേളിൽ.